കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചതിൽ പാലക്കാട് അട്ടപ്പാടിയിൽ വൻ പ്രതിഷേധം നടക്കുകയാണ്. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാതെ ശാന്തകുമാരൻ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. ഇടുക്കി ചിന്നക്കനാലിൽ തോട്ടം തൊഴിലാളി ആന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. ചിന്നക്കനാൽ 80 ഏക്കർ ഭാഗത്താണ് കാട്ടാനയുള്ളത്. ചക്കക്കൊമ്പനാണ് എന്ന് നാട്ടുകാർ പറയുന്നു. ഇക്ബാൽ അറക്കിലും രാഹുൽ സുരേഷുമുണ്ട്. ആദ്യം ഇടുക്കിയിലെ സാഹചര്യം നോക്കാം. രാഹുൽ, ഇടുക്കിയിൽ ഇന്നലെ ഒരാളെ 14 കാട്ടാനകൾ കൂടി നിൽക്കുന്നു. അതിൽ ചക്കക്കൊമ്പനാണ് ചവിട്ടിക്കൊന്നത് എന്നുള്ള വിവരമാണല്ലോ നമുക്ക് ലഭിച്ചത്. ജോസഫ് പേരുച്ചാമിയുടെ മരണം. ഇപ്പോഴും ആ കാട്ടാനക്കൂട്ടം അവിടെയുണ്ടോ? എന്താണ് നാട്ടുകാർ, പ്രതിഷേധിക്കുന്ന നാട്ടുകാർ പറയുന്നത്? അവിടെ സ്ഥിരം സാഹചര്യമാണെന്ന് അവർ പറയുന്നുണ്ട്. സ്മൃതി, ചിന്നക്കനാലിലെ 80 ഏക്കർ ഭാഗത്താണ് ഇപ്പോഴും ചക്കക്കൊമ്പനുള്ളത്. നമ്മൾ ക്യാമറയിൽ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ്. ഈ 80 ഏക്കർ ഭാഗത്തെ ജനവാസ മേഖലയോട് ചേർന്നാണ് ചക്കക്കൊമ്പനുള്ളത്. ഇതിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ളത് ഒരു ഡാം കൂടിയാണ്. ആ ഡാമിനോട് ചേർന്ന് ജനവാസ മേഖലയോട് അടുത്ത് തന്നെയാണ് ഈ ചക്കക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ പ്രദേശത്ത് ചക്കക്കൊമ്പൻ എത്തിയത്. പക്ഷേ ഇതുവരെയും ജനവാസ മേഖല വിട്ട് പുറത്തേക്ക് പോകാൻ ചക്കക്കൊമ്പൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കാട്ടാനയെ ഓടിക്കാൻ വേണ്ടി പ്രദേശവാസികൾ ബോട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ കാട്ടാന ഈ പ്രദേശത്ത് നിന്നും പോകാൻ തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഇതേ സ്ഥലത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ് കാട്ടാന. തിരികെ പുറം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ജനവാസ മേഖല തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. ഈ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളെല്ലാം തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോവുകയും തത്സമയ ദൃശ്യങ്ങൾ അവിടെ കാണുന്ന ഒപ്പം തന്നെ ചില പ്രതികരണത്തിലേക്ക് പോവുകയും ചെയ്യും. ചേച്ചി, ഇന്ന് രാവിലെയാണോ എത്തിയത്? രാവിലെ എത്തിയത്. ഇന്നലെ ആ കൊന്ന ഇന്നലെ ഒരാളെ കൊന്നു. ഞാൻ ഇപ്പം വന്നി നിൽക്കുന്നത് രാവിലെ വന്നതാണ്. രാവിലെ വന്നിട്ട് ഞങ്ങൾ കാട്ടിൽ ഇറങ്ങിയപ്പോഴത്തേനും ആന വന്നപ്പോൾ ഞങ്ങൾ 10 പണിക്കാരെ കിട്ടാനില്ല. അപ്പോൾ ഈ 10-30 പണിക്കാർ അവിടെ നിന്ന് ഹിന്ദുക്കാരെ പിടിച്ചുകൊണ്ടെന്ന് പെട്ടി വെച്ചപ്പോഴത്തേനും ആന വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുക. പിന്നെ എല്ലാത്തിനും റോഡിൽ കയറ്റി ജീവനല്ലേ നമുക്ക് വലുത്. ഇതിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഇങ്ങോട്ട് വരും. ഇപ്പം തന്നെ അത് ഇങ്ങോട്ട് വരും. അങ്ങോട്ട് വരാനുള്ള പരിപാടിയാണ്. പിന്നെ അവിടെ വള്ളക്കാർ കിടക്കണോണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ റോഡ് തന്നെ വരും. അവന് ചക്കക്കൊമ്പനാണല്ലോ നിങ്ങൾക്ക്. ഇതാണ് പൂർണ്ണ ചക്കക്കൊമ്പൻ. കണ്ടറിയാൻ പറ്റും. കണ്ടറിയും. ഞങ്ങളുടെ സ്ഥിരം ഞങ്ങൾ കാണുന്നത് ഇതിനെ. ഭയങ്കര അക്രമ സ്വഭാവം കാണിക്കും. ഇപ്പഴല്ലേ ഭയങ്കര അക്രമം. ഇപ്പൊ ഇവന് ഇന്നലെ അതിനെ കണ്ട ഒരു മനുഷ്യനെ കൊന്നു. അങ്ങനെ ഇനി അവൻ ആരെക്കൊല്ലാൻ നിൽക്കണമെന്നല്ല. ഇങ്ങനെ ഇത് തന്നെ. ഇന്നലെ ഈ അക്രമം നടന്ന ഒരാൾ ജോസഫ് മരിച്ചല്ലോ. ആ സ്ഥലത്തേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട്. സ്മൃതി, ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അകലെയാണ് ഇന്നലെ ജോസഫ് എന്ന ആള് കാട്ടാനാക്രമണത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പടക്കം പൊട്ടിച്ചും ഈ പാട്ടയിലൊക്കെ കൊട്ടി ഈ ആനയെ ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ജനവാസ മേഖലയിൽ നിന്നും ചക്കക്കൊമ്പൻ പോകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നത്. RRT സംഘം ഇന്ന് രാവിലെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു പരിമിതിയുണ്ട്. കാരണം പടക്കം പൊട്ടിച്ച് മാത്രമേ RRT സംഘത്തിന് ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം മറ്റ് ആയുധങ്ങളൊന്നും തന്നെ ഇവിടെ ഈ ചിന്നക്കനാലിലുള്ള RRT സംഘത്തിന് നിലവിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഇതേ പ്രദേശത്ത് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ചക്കക്കൊമ്പൻ തമ്പടിച്ചിരിക്കുകയാണ്. പുറംതിരിഞ്ഞ് ഈ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ കുറേയധികം കൃഷികളുണ്ട്. അതുകൂടാതെ ആളുകളെല്ലാം തന്നെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് നിലവിൽ ആളുകൾ കൃഷിയിടത്തിൽ നിന്നും വീടിൽ നിന്നും എല്ലാം പുറത്തിറങ്ങി റോഡിൽ നിൽക്കുകയാണ്. ഏത് നിമിഷവും ഇവിടേക്ക് തിരികെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു അപകട സൂചന വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആളുകൾക്ക് നൽകിയിരിക്കുന്നതിനാൽ അത് മുന്നിൽ കണ്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ആളുകൾ ഇപ്പോഴും ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരുപക്ഷെ ഈ ഡാം നീന്തി കടന്ന ശേഷം അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവിടെയുള്ള ആളുകൾ ഈ ബോട്ടിൽ അവിടെ എത്തിയ ശേഷം അപ്പുറത്തേക്ക് കടക്കാതെ ഇവിടേക്ക് ഓടിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്മൃതി, തിരികെ ഈ ജനവാസ മേഖലയിലേക്ക് ആന വീണ്ടും തിരിഞ്ഞു നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് തത്സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തും സംഭവിക്കാം. ഒന്നെങ്കിൽ ജനവാസ മേഖലയിലേക്ക് എത്താം, അല്ലെങ്കിൽ ഈ ഡാം നീന്തി കടന്നുകൊണ്ട് അപ്പുറത്തുള്ള മറ്റ് ജനവാസ മേഖലയിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്താണെങ്കിലും ആളുകളെല്ലാം തന്നെ മുൾമുനയിൽ നിൽക്കുകയാണ്. ജനവാസ മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്തായിരുന്നു അവിടെ വീണ്ടും ഒരു കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വനപാലകർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നും അവിടുത്തെ തൊഴിലാളികൾ പരാതിപ്പെടുകയാണ്.